ഈ ഒരു പയ്യന്റെ കരച്ചിലിന്റെ ഉത്തരവാദി നമ്മുടെ സമൂഹമാണ്. ഒന്ന് ആലോചിക്കണം, അവന്റെ ഈ പ്രായത്തുള്ള പയ്യന്മാർ MDMA കഞ്ചാവൊക്കെ വിറ്റിട്ട് കാശുണ്ടാക്കി നടക്കുന്ന സമയത്ത് നിസാരം ചിപ്സും മിച്ചറൊക്കെ വെറൈറ്റി ഫ്ലേവറിൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഒരു നല്ല ബിസിനസ് ചെയ്യാമെന്ന് ചിന്തിച്ച എവന് കിട്ടിയതോ സൊസൈറ്റിയിൽ നിന്ന് അവഗണനയാണ്. വളരെ മാന്യമായിട്ടുള്ള ബിസിനസ് ചെയ്യാം, ഒരു സ്റ്റാർട്ടപ്പ് ആശയം, വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ചിപ്സും മിച്ചറുകളും, അതിന് മാന്യമായുള്ള പാക്കിങ്. പക്ഷേ മാർജിൻ അധികം കിട്ടാത്തതിന്റെ പേരിൽ പല കടക്കാരും ഇവരുടെ പ്രോഡക്ട്സ് കടകളിൽ എടുക്കുന്നില്ല. എന്നാലോ ലോക്കൽ പാക്കിങ്ങിൽ പാമോയിലിൽ തയ്യാറാക്കുന്ന ചിപ്സും മിച്ചറൊക്കെ വിൽക്കാൻ കടക്കാർക്ക് യാതൊരു മടിയില്ല. ക്വാളിറ്റിയുള്ള ഫുഡ് പ്രോഡക്ട്സ് സൊസൈറ്റിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടപ്പ് ആശയങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച് ഇതാണ്, അവഗണന. അത്തരത്തിൽ അവഗണന നേരിടുന്ന ഈ പയ്യന്മാരെ പരിഗണിക്കാൻ ചില ആൾക്കാരുണ്ടാവുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു വരുന്ന ചിപ്സും അതുപോലെ തന്നെ മിക്സറിലൊക്കെ വെറൈറ്റി ഫ്ലേവേഴ്സ് ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ശരിക്കും ഇവരുടെ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി വളരെ നല്ല ക്വാളിറ്റി പാക്കിങ്ങിലൂടെ കൊടുക്കുന്നുള്ളതാണ് കേട്ടോ. ഇവരുടെ മിക്സർ ഞാൻ കഴിച്ചു വെച്ചിട്ട് വളരെയധികം വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ ചിപ്സിലും അത്യാവശ്യം നല്ല ഫ്ലേവേഴ്സ് ഇൻഫ്യൂസ് ചെയ്തുള്ള വെറൈറ്റീസ് അവർക്കുണ്ട്. ഇവരുടെ ഒറിവാനോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരെ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. അതിലും വലുതായി ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഉറപ്പുള്ളവർ എൻ്റെ വീഡിയോ കാണുന്ന നമ്പറുമായിട്ട് അവരെ ബന്ധപ്പെടണം എന്ന് റിക്വസ്റ്റ് ചെയ്യണം. നല്ല സ്റ്റാർട്ടപ്പ് ആശയങ്ങൾ കൊണ്ടുവന്നിട്ടും സമൂഹത്തിൽ വെല്ലുവിളി നേരിടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ഫൈറ്റ് ചെയ്യാനും ഞാനുണ്ടാവും. ഇത് എൻ്റെ വാക്കാണ്.